Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബൗണ്ട് കറൻസിനെ കുറിച്ചായിരുന്നു. ബൗണ്ട് കറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ബൗണ്ട് കറൻസ്, അതായത് ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് ടൈപ്പ് ഓഫ് സർഫസും രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് ഡെൻസിറ്റീസ് ഉണ്ട്. വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയും സർഫസ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റിയും. അത് ഡെൽക്രോസിയം എംക്രോസിയം എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബൗണ്ട് കറൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ചാർജസിൻ്റെ ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ ആക്ച്വൽ മൂവ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഒരു ഉണ്ടാവുന്ന കറണ്ടാണ്, മാഗ്നറ്റൈസേഷൻ കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ്. എന്താണ് സാധാരണ ഫ്രീ കറൻറ്റും ബൗണ്ട് കറൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ സാധാരണ ബൗണ്ട് കറൻറ്റ്, സാധാരണ സ്റ്റഡി കറൻറ്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ട്. For steady currents, the equation of continuity is del dot vector j is equal to 0 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ കാരണം എന്താ വെച്ചാൽ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ജനറലി del dot j plus dou rho by dou t is equal to 0 എന്നുള്ളതാണ്. ഒരു സ്റ്റഡി കറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഒരു സ്ഥലത്തും അക്യൂമുലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ഫ്രീ കറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി അത്തരത്തിലുള്ളൊരു റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെൽ ഡോട്ട് ജെ ബി എടുക്കുമ്പോൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് എന്ന് എഴുതാം. ഏത് കേളിൻ്റെയും ഡൈവർജൻസ് എന്ന് പറയുന്നത് 0 ആണെന്ന് നിങ്ങൾക്കറിയാം. ഡൈവർജൻസ് ഓഫ് എനി കേൾ will be 0. So del dot JB is equal to 0. That means the volume bound current density satisfies the equation of continuity just like our normal steady current that we are discussing in magnetostatics. അപ്പോൾ സാധാരണ ബൗണ്ട് കറൻറ്റും ഫ്രീ കറൻറ്റും തമ്മിലുള്ള പ്രാക്ടിക്കലി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ കുറവാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു മാഗ്നറ്റൈസേഷൻ കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആക്ച്വൽ ചാർജസുകളുടെ ആക്ച്വൽ മൂവ്മെൻറ്റ് ഇല്ലാതെ, ആക്ച്വൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന കറണ്ടുകളാണ് ബൗണ്ട് കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫീൽഡ് ഇൻ മാറ്ററിൽ മൈക്രോസ്കോപ്പിക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു മാക്രോസ്കോപ്പിക് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനൊരു കോൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാക്രോസ്കോപ്പിക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഒരു റീജിയൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. ആ റീജിയനിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചു. ഹൈലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ പ്രിസൈസ് ആയിട്ട് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേർഡ് മൈക്രോസ്കോപ്പിക് ഫീൽഡ് എന്നുള്ളതാണ്. ഒരു ബൾക്ക് മെറ്റീരിയൽ എടുത്താൽ ഈ മൈക്രോസ്കോപ്പിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേരി റാപ്പിഡ്ലി ഫ്രം പോയിന്റ് ടു പോയിന്റ്. അതായത് തൊട്ടടുത്ത് മറ്റൊരു പോയിന്റ് എടുത്താൽ അവിടേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റാപ്പിഡ് വേരിയേഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഓരോ പോയിന്റിലും ഡ്രാസ്റ്റിക് ആയിട്ട് വേരി ചെയ്യും. മാത്രമല്ല ഇറ്റ് വിൽ വേരി, ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് വിൽ ഓൾസോ വേരി ഫ്രം ഇൻസ്റ്റൻറ്റ് ടു ഇൻസ്റ്റൻറ്റ്. സോ പ്രാക്ടിക്കലി actual calculation of a magnetic field, microscopic field is a tedious job. അത് നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, we will consider a large region which consists of large number of magnetic dipoles. So the average over this region, average of B over this region is called macroscopic field.
So macroscopic field is the average of magnetic field over a region. That region contains large amount of dipoles. അങ്ങനെ ഒരു റീജിയൻ കൺസിഡർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു എൻ്റയർ റീജിയനിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിലോ അത്തരത്തിലുള്ള അതിൻ്റെ ബിഹേവിയർ ഡിസ്കസ് ചെയ്യുന്നതിലോ കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയും ചെയ്യില്ല. നമുക്ക് കൃത്യമായിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രൂപത്തിൽ ഒരു മൈക്രോസ്കോപ്പിക് ഫീൽഡ് നമ്മൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഫീൽഡ് ഇൻസൈഡ് ഡയലക്ട്രിക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഒരു പോയിന്റ് ഡൈപോൾ വെച്ചിട്ടാണ് ആക്ച്വലി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. പലപ്പോഴും അത് ഒരു മൈക്രോസ്കോപ്പിക് ഫീൽഡാണ് അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഒരു മൈക്രോസ്കോപ്പിക് ഫീൽഡ് കൈകാര്യം ചെയ്യുമ്പോൾ പോയിന്റ് ഡൈപോളുകളെ മാറ്റിയിട്ട് ഫിസിക്കൽ ഡൈപോൾസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടുതൽ തിയറി ഒന്നും നമുക്ക് സിലബസ് പ്രകാരം ഒരുപാട് ഡിസ്കസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ മൈക്രോസ്കോപ്പിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദ ആവറേജ് ഫീൽഡ് ഓവർ എ റീജിയൻ, that region contains several large amount of dipoles എന്ന് മാത്രം മനസ്സിലാക്കുക. അത്രയാണ് നമുക്കതിൽ ഈ ടോപ്പിക്കിൽ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. നമ്മളിനി അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ടൈറ്റിൽ പല രീതിയിൽ കൊടുക്കാം. ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ആ ടൈറ്റിൽ ദ ഓക്സിലറി ഫീൽഡ് എന്ന് പറയുന്ന ടൈറ്റിലാണ്. ഓക്സിലറി ഫീൽഡ്, അതായത് നമ്മൾ ഇത്രയും കാലം ബി ആണ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ ഉപയോഗിച്ചിരുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ബി ആണ്. അതിന് നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ചിലതിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാറുണ്ട്. പല രൂപത്തിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡേവിഡ് ജെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ബി മാഗ്നറ്റിക് ഫീൽഡായിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇലക്ട്രോ ഡൈനാമിക്സോ അല്ലെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സോ ഡിസ്കസ് ചെയ്യുമ്പോൾ പല ടെക്സ്റ്റ് ബുക്കുകളിലും മറ്റൊരു ഫീൽഡിനെ കുറിച്ചും കൂടി സംസാരിക്കാറുണ്ട്. ആ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് വെക്റ്റർ എച്ച് എന്നുള്ളതാണ്. എച്ച് ഫീൽഡ്. ഈ എച്ചും ബിയും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എച്ച് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഈ ഫീൽഡിനെ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന കാര്യമില്ല. അനദർ ഫീൽഡ്, ഒരു ഓക്സിലറി ഫീൽഡ്, എച്ച് എന്ന് മാത്രമേ, എച്ച് ഫീൽഡ്, എച്ച് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പേരിട്ടൊന്നും വിളിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ഇലക്ട്രോ ഡൈനാമിക്സുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇതിലും മാഗ്നറ്റിക് ഫീൽഡിനെ ഈ ബിയിനേക്കാളും കൂടുതൽ പ്രോബ്ലത്തിലൊക്കെ അല്ലെങ്കിൽ ബിയിനേക്കാളും കൂടുതൽ ഒരുപാട് ഇലക്ട്രോ ഡൈനാമിക്സിൽ കൈകാര്യം ചെയ്യുന്നൊരു ഫീൽഡ് ഈ എച്ച് ആണ്. അവരതിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷന് ബിനെയും എച്ചിനെയും രണ്ടും ഉപയോഗിക്കാറുണ്ട്. എങ്കിലും കൂടുതലും പല ടെക്സ്റ്റ് ബുക്കുകളിലും എച്ച് ആണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു ഫീൽഡും കൂടി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ഫീൽഡാണ് എച്ച് ഫീൽഡ്. പിന്നെ നമ്മളിവിടെ ഇതാണ് ഓക്സിലറി ഫീൽഡ് എച്ച് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മൾ ആംബിയേഴ്സ് ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ആംബിയേഴ്സ് ലോ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചതാണ്. ആ ആംബിയേഴ്സ് ലോനെ ഒരു മാഗ്നറ്റൈസ്ഡ് ഓബ്ജക്റ്റിൽ എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ഇൻ ദ പ്രസൻസ് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ ആംബിയേഴ്സ് ലോ ഇൻ മാഗ്നറ്റൈസ്ഡ് മാറ്റർ. നമുക്ക് അങ്ങനെ ഹെഡിങ് കൊടുക്കാം. ആംബിയേഴ്സ് ലോ ഇൻ മാഗ്നറ്റൈസ്ഡ് മാറ്റർ. അതായത് നമ്മൾ വാക്വത്തിലാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ വാക്വത്തിൽ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ ആംബിയേഴ്സ് ലോ എങ്ങനെ ഡിസ്കസ് ചെയ്യാം, അത് ഈ എച്ച് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഇതിൻ്റെ ആമുഖമായിട്ട് ഇത്ര പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടോപ്പിക് ഇതാണ്.
എച്ച് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നു. ആംബിയേഴ്സ് ലോനെ ഈ മെറ്റീരിയൽ മീഡിയത്തിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിലൊരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അറിയാം, ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ ഉണ്ട്, എന്ത് ഷേപ്പ് ആയിക്കോട്ടെ. ആ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം മെറ്റീരിയലിൽ ബൗണ്ട് കറൻസ് ഉണ്ടാവും, ജെ ബിയും കെ ബിയും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ബൗണ്ട് കറൻസ് ഉണ്ടെന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് നിങ്ങൾ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ട നിങ്ങളുടെ മെറ്റീരിയലിൽ ബൗണ്ട് കറൻസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. അതായത് മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ടുണ്ടാവുന്ന ബൗണ്ട് കറൻസ് ഉണ്ടാവും. ഇനി ഈ മെറ്റീരിയലിൽ ഒരുപാട് കറണ്ട് ക്യാരിയിങ് വയേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു എന്ന് വിചാരിക്കാം. ഓരോ കറണ്ട് ക്യാരിയിങ് വയേഴ്സിനും കറണ്ട് ഉണ്ടെങ്കിൽ അതിൽ സാധാരണ ചാർജസ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന കറണ്ട് ഉണ്ടാവും. അതിനെ നമുക്ക് ഫ്രീ കറൻസ് എന്ന് വിളിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ മെറ്റീരിയൽ ഒരു കണ്ടക്റ്റിംഗ് മീഡിയം ആണെന്ന് വിചാരിച്ചോ. കണ്ടക്റ്റിംഗ് മീഡിയം ആണെങ്കിൽ ആ കണ്ടക്റ്റിംഗ് മീഡിയത്തിൻ്റെ സർഫസിൽ കൂടെ ഒരുപാട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ ഒരുപാട് കറണ്ട് ക്യാരിയിങ് വയേഴ്സ് എംബഡ് ചെയ്ത്, രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം. നിങ്ങളുടെ മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൽ ഒരുപാട് കറണ്ട് ക്യാരിയിങ് വയേഴ്സ് എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംബഡ് ചെയ്ത കറണ്ട് ക്യാരിയിങ് വയേഴ്സിൻ്റെ ഫ്രീ കറൻസും മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ മെറ്റീരിയൽ മീഡിയം മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ബൗണ്ട് കറൻസും ഉണ്ടാവും. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈ ഫ്രീ കറൻറ്റും ബൗണ്ട് കറൻറ്റുകളും കൂടി ചേർത്തിട്ടുള്ളതായിരിക്കും. ഈ രണ്ട് കറൻറ്റുകളാണ് നിങ്ങൾക്ക് ആ റീജിയനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. സോ ദ കോൺട്രിബ്യൂഷൻ to the magnetic field in a magnetized region can be treated as contributions from free currents and bound currents. അതായത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ജെ ബിയും ഉണ്ട്, ജെ എഫും ഉണ്ട്. ജെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐ എഫും ഉണ്ട്, ഐ ബി ഉണ്ട് എന്ന് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ഇത് ബൗണ്ട് കറണ്ട്, ഐ എഫ് എന്ന് പറയുന്നത് ഫ്രീ കറണ്ട്. സോ സഫിക്സ് എഫ് എന്ന് പറയുന്നത് ഫ്രീ കറണ്ട് ഡെൻസിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്രീ കറണ്ട് ഡെൻസിറ്റി. ഇത് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആംബിയേഴ്സ് ലോന്റെ ഡിഫറൻഷ്യൽ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ ചാപ്റ്ററിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംബിയേഴ്സ് ലോ del cross B is equal to mu naught vector J. J എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി ആണ്. അതിനെ നമുക്ക് ജെ ബി പ്ലസ് ജെ എഫ്, ഈ കേസിൽ ജെ ബി പ്ലസ് ജെ എഫ് എന്ന് എഴുതും. വളരെ ലളിതമാണ്. അപ്പോൾ എന്തായി? ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് വെക്റ്റർ ജെ ബി പ്ലസ് വെക്റ്റർ ജെ എഫ്. സോ mu naught into del cross m plus mu naught jf.
So the result will be 1 by mu naught into del cross B is equal to del cross M plus JF. So ഈ രണ്ട് ടേമുകളെയും കമ്പൈൻ ചെയ്യുമ്പോൾ del cross 1 by mu naught into B plus M ഇങ്ങനെ എഴുതാം, സോറി മൈനസ് M is equal to vector JF. So ഈ പാരാന്തസിസിലുള്ള the term in parenthesis is called H, the auxiliary field. H is equal to vector B by mu naught minus M. നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി, പുതിയൊരു ഫീൽഡ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഒരു മെറ്റീരിയൽ മീഡിയത്തിൻ്റെ പ്രസൻസിൽ ആംബിയേഴ്സ് ലോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ്. ജെ എഫ് ഇസ് ദ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ഫ്രീ കറൻസിൻ്റെ ഡെൻസിറ്റി. ഫ്രീ കറണ്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ബൗണ്ട് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് കോൾഡ് ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് Ampere's law. In the magnetized medium. Material medium. And H is equal to B by mu naught minus M. ഇനി നമ്മൾ if the magnetization is 0, then H can be simply written as H is equal to B by mu naught or B is equal to mu naught H എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഒരു mu naught-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ ബിയും എച്ചും തമ്മിൽ. ഏതിൽ? if you are considering a non-magnetized medium, ഒരു നോൺ മാഗ്നറ്റൈസ്ഡ് റീജിയനിലെ എം 0 ആണെങ്കിൽ ബിയും എച്ചും തമ്മിൽ ഒരു mu naught-ൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ഇസ് ഇക്വൽ ടു mu naught എച്ച് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻ ജനറൽ ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ എച്ച് എന്ന് പറയുന്നത് ബി ബൈ mu naught മൈനസ് എം ആണ്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ എഫ്. ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ എഴുതിയത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോം ഒന്ന് ഡിറൈവ് ചെയ്യാം. ഇൻ്റഗ്രൽ ഫോം ഡിറൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ രണ്ട് സൈഡിലും ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സർഫസ് ഇൻ്റഗ്രൽ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ജെ എഫ് ഡോട്ട് ഡി എ. ഓക്കെ, നിങ്ങളൊരു റീജിയൻ്റെ സർഫസ് ഒരു ലൂപ്പ് എടുത്തോ, ആ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നൊരു സർഫസ്, ഇതൊരു ആംബേരിയൻ ലൂപ്പാണെന്ന് വിചാരിച്ചോ. ആംബേരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നൊരു സർഫസ് നിങ്ങൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റീജിയൻ്റെ ഉള്ളിൽ റീജിയന് ചുറ്റും ഒരു ആംബേരിയൻ ലൂപ്പ് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഡിസ്കസ് ചെയ്താണ്. ആ ആംബേരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന സർഫസിൽ ഞാനിത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ജെ എഫ് ഡോട്ട് ഡി എ. അപ്പോൾ ആ സർഫസിൽ എൻക്ലോസ് ചെയ്ത ടോട്ടൽ ഫ്രീ കറണ്ട് ആണ് ഈ ഐ എഫ് ജെ ഈ ആർ എച്ച് എസിലുള്ളത്. നമുക്ക് ഐ എഫ് എൻക്ലോസ് എഴുതാം. ഇതൊരു ആംബേരിയൻ ലൂപ്പാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കറണ്ടാണ് ഐ എഫ് എൻക്ലോസ്, ടോട്ടൽ കറണ്ട്. ഓക്കെ, ഈ എൽ എച്ച് എസിനെ നമുക്ക് സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മോഡിഫൈ ചെയ്യാം. സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് സ്റ്റോക്സ് തിയറമാണ്. സ്റ്റോക്സ് തിയറം. സോ നിങ്ങളൊരു സർഫസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനൊരു ആംബേരിയൻ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്നൊരു സർഫസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സർഫസിന് ബൗണ്ടറി ലൈൻ നിങ്ങളൊരു ആംബേരിയൻ ലൂപ്പ് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എച്ച് ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ the result will be the integral form of Ampere's law will be line integral h dot dl is equal to
IF enclosed. ഇപ്പോൾ നിങ്ങൾക്കൊരു റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ റീജിയന് ചുറ്റും ഒരു ആംബേരിയൻ ലൂപ്പ് ട്രീറ്റ് ചെയ്യുക. ഇറ്റ് മേ ബി എ സർക്കിൾ, ഇറ്റ് മേ ബി എ സിലിണ്ടർ, സിലിണ്ടറിക്കൽ എന്താ പറയുക, സർക്കിൾ ആവാം, വേറെ ഏതെങ്കിലും ഷേപ്പ് ആവാം. ആ ആംബേരിയൻ ലൂപ്പ് നിങ്ങൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ ആംബേരിയൻ ലൂപ്പിൽ എൻക്ലോസ് ചെയ്തേക്കുന്ന ഫ്രീ കറൻറ്റുകൾ കണ്ടുപിടിച്ചാൽ ടോട്ടൽ ഫ്രീ കറൻറ്റ്, ബൗണ്ട് കറൻറ്റിന് ആ മെറ്റീരിയൽ ചിലപ്പോൾ മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ട മെറ്റീരിയലായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. മാഗ്നറ്റൈസേഷനെ കുറിച്ച് നിങ്ങൾ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. നിങ്ങൾക്ക് ആ ലൂപ്പിൽ എൻക്ലോസ് ചെയ്യുന്ന ഫ്രീ കറൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ദ ന്യൂ മാഗ്നറ്റിക് ഫീൽഡ് എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ആംബിയേഴ്സ് ലോ എഴുതിയാൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ എ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എമൗണ്ട് ഓഫ് ഫ്രീ കറന്റ് in the Amberian loop and does not depend on what? Does not depend on the bound currents or magnetization or the amount of magnetization. Amount of magnetization. സോ ഇതിലുള്ള ഫ്രീ കറണ്ടിനെ മാത്രമാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു സാധാരണ ബി വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ലൈൻ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഐ എൻക്ലോസ് എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിലും ലളിതമായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ മീഡിയം എടുക്കുമ്പോൾ ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ആ മെറ്റീരിയൽ എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് പലപ്പോഴും മെറ്റീരിയൽ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യുന്നു നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഫ്രീ കറണ്ട്, നിങ്ങളൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിലേക്ക് കൊടുക്കുന്ന ഫ്രീ കറണ്ടിൻ്റെ എമൗണ്ട് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രത്തോളം നിങ്ങളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഒരു വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഓഫ് കറണ്ട് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് IF എൻക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഫ്രീ കറണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സ്പ്രഷൻ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ബി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിലുള്ള എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷനെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് പലപ്പോഴും ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൽ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. എമൗണ്ട് ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്ക് പറയാം, ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ or amount of the magnetization of material, and H is almost depends on the free currents. That free current എന്ന് പറയുന്നത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ എച്ച് നമുക്ക് വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻ മോസ്റ്റ് ഓഫ് ദ ഫിസിക്കൽ പ്രോബ്ലംസ് H is one of the useful quantity in magnetostatics. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ഫ്രീ കറണ്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്കൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും വെച്ചിട്ടൊരു അനലോഗി ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ.
field in matter, magnetostatic field in matter, magnetostatic fields in matter. രണ്ടും ഒന്ന് കമ്പയർ ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ഇ ആണ്, പിന്നെ വേറൊരു ടേം പൊട്ടൻഷ്യലാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഗോസസ് ലോ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി. ഗോസസ് ലോ. അതിനെ ഡൈലക്ട്രിക്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ എഫ് എൻക്ലോസ്ഡ് ഫ്രീ കറൻറ്റ് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, റോ ഇസ് ഈക്വൽ ടു റോ ബി പ്ലസ് റോ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. ബൗണ്ട് ചാർജസ്, ദ ഫ്രീ ചാർജസ്, ബൗണ്ട് ചാർജസ്, bound charge density, and this is free charge density. Free charge density. ഇനി നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ബി ആണ്. പിന്നെ വെക്ടർ പൊട്ടൻഷ്യൽ വെക്ടർ എ ഡിസ്കസ് ചെയ്തു. ഇക്ക് അനലോഗസ് ആയിട്ട് ബി പറഞ്ഞു, വിക്ക് അനലോഗസ് ആയിട്ട് വെക്ടർ പൊട്ടൻഷ്യൽ പറഞ്ഞു. ഗോസസ് ലോന് അനലോഗസ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആംബിയേഴ്സ് ലോണ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എൻക്ലോസ്ഡ്, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ജെ. ഇവിടെ നമുക്ക് ഗോസസ് ലോൻ്റെ ഡിഫറൻഷ്യൽ ഫോം ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. നമ്മൾ ഇയും വിയും കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഡി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റും രണ്ട് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും മറ്റൊന്ന് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. അതേ രൂപത്തിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി എച്ച് ഫീൽഡ് ഡിഫൈൻ ചെയ്തു. എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ നോട്ട് മൈനസ് എം. അപ്പോൾ ഈ ഡിക്ക് അനലോഗസ് ആയിട്ട് എച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ക്യൂ എഫ് എൻക്ലോസ് എന്ന് ഗോസസ് ലോ എഴുതിയ പോലെ ആംബിയേഴ്സ് ലോ ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ എഫ് എൻക്ലോസ്ഡ് എന്ന് എഴുതി, അല്ലെങ്കിൽ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ എഫ്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ്, അല്ലെങ്കിൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ എഫ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്കൊന്ന് അനലോഗസ് ആയിട്ട്, അതായത് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്ത എച്ച് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് അനലോഗസ് ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ electrostatics, or simply you can say that H field is quite analogous to electric displacement in electrostatics. പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് ഒരു പ്രോബ്ലത്തിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ പലപ്പോഴും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്
വളരെ അപൂർവമായിട്ട് മാത്രമേ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസൾട്ടിലേക്ക് എത്തുക, അതായത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് പലപ്പോഴും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് പറയാറില്ല. എന്നാൽ എച്ച് ഫീൽഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് തന്നെ പറയാറുണ്ട്. ഇതിന് രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കത് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാം, H is a more useful quantity. പറയാൻ ശ്രമിച്ചതാണ്, H is more useful quantity than in magnetostatics than D in electrostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡിയേക്കാളും, ഡി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ അല്ല, ഇറ്റ്സ് നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, നോട്ട് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓർ not a quantity easy, which is easy to obtain, whereas H is a fundamental quantity and it is easy to obtain. എന്തുകൊണ്ട്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇത് രണ്ടും, ഈ ഇക്വേഷൻ രണ്ടും ഓർത്ത് വയ്ക്കുക. സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യു എഫ് എൻക്ലോസ്ഡ്. ഇപ്പോൾ നമ്മളൊരു ഡയലക്ട്രിക് മീഡിയം എടുത്താൽ ആ ഡയലക്ട്രിക് മീഡിയത്തിലുള്ള ഫ്രീ ചാർജസിനെ മാത്രമാണ് ഈ ക്യു എഫ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളൊരു മാഗ്നറ്റൈസ്ഡ് മീഡിയം എടുത്തിട്ട് നിങ്ങൾക്ക് ആംബിയേഴ്സ് ലോ ഇങ്ങനെ എഴുതാം, ലൈൻ ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ എഫ് എൻക്ലോസ് എന്ന് എഴുതാം. ഇവിടുത്തെ ഫ്രീ കറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടും ഒരുപോലെയല്ലേ? രണ്ടും ഒരുപോലെ. ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ചാർജസ് ആണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്രീ കറൻറ്റുകളാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ യൂസ്ഫുൾ ആവണ്ടേ, ഫണ്ടമെൻ്റൽ ആവണ്ടേ എന്നുള്ള ചോദ്യം നമുക്ക് വരും. ഇവിടെ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു മെറ്റീരിയൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു മെറ്റീരിയൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. ആ കപ്പാസിറ്ററിലെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. വി വോൾട്ടേജ് ആണ് കൊടുത്തതാണ്, ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വി ബൈ ഡി എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വി ബൈ ഡി എന്ന് പറഞ്ഞാൽ, അതായത് വി എവിടെ നിന്ന് കിട്ടും? ബാറ്ററിയിൽ നിന്ന് കിട്ടും. വി ക്യാൻ ഈസിലി മെഷർ or we can easily obtain potential. If you know the potential, you can directly find out. കുറച്ചും കൂടി ഇൻ്റഗ്രൽ ഫോമിലൊക്കെ എഴുതിയാൽ മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് ആ രീതിയിൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡി എന്ന് പറയുന്നത് ഫ്രീ ചാർജസിനെയാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങളൊരു മെറ്റീരിയലിൽ ഇപ്പോൾ ഒരു കപ്പാസിറ്റർ എടുത്താൽ കപ്പാസിറ്ററിലെ ടോട്ടൽ ചാർജ്, എത്രത്തോളം ചാർജസ് പ്ലാസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഹൗ മച്ച് ചാർജസ് ആർ യൂസ്ഡ് ടു, or how much charges are occupied in plates. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്.
ഇത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചാർജുകൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പൊട്ടൻഷ്യൽ വളരെ ലളിതമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്രത്തോളം എമൗണ്ട് ഓഫ് ചാർജസ് ആണ് അവിടെ അക്യൂമുലേറ്റ് ചെയ്തതെന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതല്ല നമ്മൾ പലപ്പോഴും ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലാണ്. നമുക്ക് ഈസി ആയിട്ട് വി കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിയിലേക്ക് പോവില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നിങ്ങളൊരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിലെ ഫ്രീ കറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ആണ് നിങ്ങൾ ആ മെറ്റീരിയലിലേക്ക് കൊടുക്കുന്നത്. നിങ്ങളൊരു കണ്ടക്ടറിനെ ഒരു കണ്ടക്ടറാണ് എടുത്തതെന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റൈസ്, ഇപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. കോപ്പറിന് എത്രത്തോളം മാഗ്നറ്റൈസേഷൻ നടന്നു എന്നുള്ളത് പലപ്പോഴും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ആ കോപ്പർ വയറിൽ കൂടെ എത്ര കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലുള്ള, എത്ര വോൾട്ടേജ് കൊടുക്കുന്നു അതിനനുസരിച്ച് എത്ര കറണ്ട് പാസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ IF എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ലളിതമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് H എന്ന് പറയുന്നത് ബിനേക്കാളും കൂടുതൽ ഫേവറബിൾ ആയിട്ട് മാറും. അതേപോലെ ഇവിടെ പൊട്ടൻഷ്യൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന് കൂടുതൽ ഫേവറബിൾ ആയിട്ട് മാറുന്നു ദാൻ ഡി എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന്റെ ഒരു റിലേഷൻ, ഒരു ലീനിയർ ഡയലക്ട്രിക്കിന്റെ കേസിൽ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ഇ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം നിങ്ങൾ ഏത് മെറ്റീരിയൽ ആണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് രണ്ട് തരം ഫീൽഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ഒന്ന് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് മോർ ഫേവറബിൾ ടു എക്സ്പെരിമെന്റലിസ്റ്റ്സ്. ഫിസിസ്റ്റിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത് ഇതാണ്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ രണ്ട് ഫീൽഡ് പറയും, എച്ചും ബിയും. എച്ച് എന്ന് പറയുന്നത് ഫ്രീ കറണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ. ബി യൂസ്ഫുൾ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബിയും എച്ചും ഒരേപോലെ യൂസ്ഫുൾ ആണ്, എങ്കിലും കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ളത് എച്ച് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഈ ഒരു സെക്ഷന്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, then we are going to discuss a simple example. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞങ്ങളൊരു സിമ്പിൾ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എ ലോങ് കോപ്പർ വയർ, അതിനൊരു സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, ഓഫ് റേഡിയസ് ആർ. സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ ആണുള്ളത്. വയറാകുമ്പോൾ സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷൻ ആണ് ഉണ്ടാവുക. carries a free current I. ഒരു ഫ്രീ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, which is uniformly distributed throughout the wire. Uniform distribution. Okay. നമ്മുടെ ചോദ്യം find H inside and outside the wire. നമ്മൾ ആംബിയേഴ്സ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ആംബിയേഴ്സ് ലോന്റെ ആപ്ലിക്കേഷൻ.
എങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് തന്നേക്കുന്നത് ഒരു സിലിണ്ടറാണ് അല്ലെങ്കിൽ ഒരു വയറാണ്. അങ്ങനെ ഒരു വയർ, ലോങ് വയർ. ആ വയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അതിൽ കൂടെ കറണ്ടായി പാസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് എന്ന് പറയുന്നത് വെറുതെ ആ വയറിൽ കൂടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് പോയത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ വയർ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റും നമ്മുടെ ചോദ്യം എന്താ, എച്ച് ആണ്. എച്ച് ഇൻസൈഡ്, അതായത് എച്ച് ഇൻസൈഡ് എന്ന് മീൻസ് എ പോയിന്റ്, ഇവിടെയും ഒരു പോയിന്റ്, ഇവിടെയും ഒരു പോയിന്റ്, രണ്ട് പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. ഈ രണ്ട് പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ ഐ എഫ് എൻക്ലോസ്ഡ്. സിംപിളി ആംബിയേഴ്സ് ലോ ഉപയോഗിച്ചാൽ ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഈ ഡെറിവേഷന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ. ഒന്ന് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോപ്പർ എന്ന് പറയുന്നത് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. കോപ്പർ ഈസ് ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ഡയാമാഗ്നറ്റിക്കിലെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഈസ് ആൻറ്റി പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ മാഗ്നറ്റൈസേഷൻ എങ്ങനെ വരും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരും? നമുക്കൊരു കറണ്ട് ക്യാരിയിങ് സിലിണ്ടർ ഉണ്ടെങ്കിൽ, ഒരു കറണ്ട് ക്യാരിയിങ് വയർ ഉണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ മാഗ്നറ്റൈസേഷൻ എങ്ങനെ വരും? മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഓരോ പോയിന്റിലും ആൻറ്റി പാരലൽ ടു ബി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ബി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ക്ലിയർ? അപ്പോൾ നിശ്ചയമായും H is equal to B by mu naught minus M ആയതുകൊണ്ട് തന്നെ Hന്റെ ഡയറക്ഷനും it will be circumferential. H will be also circumferential. എന്തിനാണ് ഇങ്ങനെ സർക്കംഫറൻഷ്യൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, സർക്കംഫറൻഷ്യൽ ആവുമ്പോഴാണ്, ഇങ്ങനെ ഒരു സർക്കംഫറൻഷ്യൽ ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ആംബേരിയൻ ലൂപ്പ് സർക്കിൾ ഇമാജിൻ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ആംബിയേഴ്സ് ലോ കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആ ആംബിയേഴ്സ് ലോയിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബിഹേവിയർ, സിമെട്രി കൃത്യമായിട്ട് അറിയണം. ഇവിടെ ഒരു സർക്കംഫറൻഷ്യൽ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ആംബേരിയൻ ലൂപ്പ് ഇവിടെ ഒരു സർക്കുലർ പാത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡിന് അതായത് എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എച്ചിൻ്റെയും ഡി എല്ലിൻ്റെയും ഡയറക്ഷൻ ഒരുപോലെ ആവുന്ന രീതിയിൽ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ആംബേരിയൻ ലൂപ്പ് എടുക്കുന്നത് ഇറ്റ് വിൽ ബി പാരലൽ ടു ആംബേരിയൻ ലൂപ്പ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ പാത്തിനനുസരിച്ചാണ് എടുക്കുക. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സർക്കംഫറൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ആൻ ആംബേരിയൻ സർക്കിൾ. ആംബേരിയൻ സർക്കിൾ. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻസൈഡ് നിങ്ങളുടെ വയർ ഇങ്ങനെയാണ്. ആ വയറിൻ്റെ റേഡിയസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ്, ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക.
സപ്പോസ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ യു ഇമാജിൻ ആൻ ആംബേരിയൻ സർക്കിൾ. ഇതിൻ്റെ ഡിസ്റ്റൻസ് എസ് ആണെന്ന് വിചാരിച്ചു. നമുക്ക് ഇങ്ങനെ എഴുതാം. In order to find here H is circumferential. So in order to find H at a point P, distance S from the axis, imagine an Amberian circle passing through that point P. Passing through that point. So applying Ampere's law, line integral H dot dl is equal to IF enclosed. IF enclosed എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ കറണ്ട്.